പഴയ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ഫീസ് 8 ഇരട്ടി കൂട്ടുന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പഴയ വാഹനങ്ങളുടെ ടെസ്റ്റിംഗ് ഫീസ് ഉയർത്താൻ കേന്ദ്ര സർക്കാർ. നികുതിയിൽ സംസ്ഥാനം 50% വർധനയാണ് വരുത്തിയതെങ്കിൽ ടെസ്റ്റിംഗ് ഫീസ് 8 ഇരട്ടി വരെ കൂട്ടാനാണ് കേന്ദ്ര നീക്കം. പഴയ വാഹനങ്ങൾ ഉപേക്ഷിക്കാൻ ഉടമകളെ നിർബന്ധിതരാക്കുന്ന ഫീസ് വർധനയാണ് വരാൻ പോകുന്നത്. 15 വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനത്തിന് 1000 രൂപയും മുച്ചക്ര വാഹനങ്ങൾക്ക് 2500 രൂപയും കാറുകൾക്ക് 5000 രൂപയുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വാഹനത്തിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഫീസും ഇരട്ടിക്കും. ഇരുചക്ര വാഹനങ്ങൾക്ക് 300 രൂപയും കാറുകൾക്ക് 600 രൂപയുമാണ് ഇപ്പോൾ നൽകേണ്ടത്. ഓൾട്ടോ, മാരുതി 800, നാനോ പോലുള്ള ചെറുകാറുകൾക്ക് സംസ്ഥാന സർക്കാർ ബജറ്റിൽ വർദ്ധിപ്പിച്ച നികുതിയും ഫിറ്റ്നസ് ടെസ്റ്റ് ചെലവുമായി 14,600 രൂപ വേണ്ടിവരും. വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി ചെലവും ഉണ്ടാകും. സ്വകാര്യ വാഹനങ്ങൾ 15 വർഷത്തിന് ശേഷവും തുടർന്ന് 5 വർഷം കൂടുന്തോറും ടൂറിസ്റ്റ് ടാക്സി വാഹനങ്ങൾ നിശ്ചിത ഇടവേളകളിലും പരിശോധിക്കേണ്ടതുണ്ട്. വെഹിക്കിൾ ഇൻസ്പെക്ടർമാരാണ് ഇപ്പോൾ വാഹനം പരിശോധിക്കുന്നത്. ഫീസ് സംസ്ഥാന സർക്കാരിനാണ് ലഭിക്കുന്നത്. ഇതിനു പകരം യന്ത്രവൽകൃത വാഹന പരിശോധനയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. 2021 നിയമനിർമ്മാണം നടത്തിയെങ്കിലും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിനായി നടപ്പാക്കൽ തീയതി പലതവണ മാറ്റിവെച്ചു. പുതുക്കിയ വിജ്ഞാനപ്രകാരം 2025 ഏപ്രിലിന് മുമ്പ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കണം. സംസ്ഥാനങ്ങൾ സ്വന്തം നിലയ്ക്ക് കേന്ദ്രങ്ങൾ തുടങ്ങിയില്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ അനുവദിക്കാനാണ് കേന്ദ്ര തീരുമാനം. നിലവിലുള്ള 9 ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ നവീകരിക്കാനും 19 പുതിയ കേന്ദ്രങ്ങൾ ആരംഭിക്കാനും സംസ്ഥാന സർക്കാർ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന ഫീസ് ഘടനയുടെ കരട് കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.